ഹലോ നമസ്കാരം, ഞാൻ ബിന്ദു വിപിൻ. ബിന്ദു സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല രുചികരമായ ഒരു മീൻ കൂട്ടാൻ്റെ റെസിപ്പിയായിട്ടാണ്. സാധാരണ തയ്യാറാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഈ കൂട്ടാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ സുലഭമായി കിട്ടുന്ന കുഞ്ഞൻ മത്തി കൊണ്ടാണ് ഞാൻ ഈ കൂട്ടാൻ റെഡിയാക്കുന്നത്. കൊല്ലത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നും കിട്ടിയൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് കുഞ്ഞൻ മത്തി കൊണ്ട് കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ സ്വാദിഷ്ടമായ മീൻകറി തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ട മത്തിയൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ മത്തിയാണ് കേട്ടോ, കുഞ്ഞൻ മത്തി എന്ന് പറയില്ലേ, ചെറിയ മത്തിയാണ്. 20 മത്തി എടുത്തിട്ടുണ്ട്. ഇതിനു വേണ്ടി കുറച്ച് നാളികേരം ചിരകിയെടുക്കണം. 1 മുറി നാളികേരം ചിരകിയെടുത്തിട്ടുണ്ട്. ഇത് അരച്ചെടുക്കാം. നാളികേരം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നാളികേരം അരയ്ക്കുന്ന കൂട്ടത്തിൽ കുറച്ച് പുളിയും കൂടി അരയ്ക്കണം. ഒരു വലിയ നെല്ലിക്ക അല്ലെങ്കിൽ ഒരു ചെറിയ ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കാം. നാളികേരവും പുളിയും കൂടി അരച്ചെടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, സാധാ മുളക് പൊടിയാണ്, എരിവുള്ള മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. നാളികേരം നല്ല ഫൈനായിട്ട് അരച്ചെടുത്തു. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. മിക്സിയുടെ ജാറിലുള്ള ഈ അരപ്പൊക്കെ കുറച്ച് വെള്ളം കൊണ്ട് ഒന്ന് കഴുകിയെടുത്തിട്ട് അത് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം. ഇതിനു വേണ്ടി കുറച്ച് ചുവന്നുള്ളി, പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഇത്രയും ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ട്. 10 ചുവന്നുള്ളി ഉണ്ട്. പിന്നെ ഇത്രയും പോകുന്ന ഒരു കഷ്ണം ഇഞ്ചിയുണ്ട്. 4 പച്ചമുളകുണ്ട്. ഇനി ഇതെല്ലാം നീളത്തിൽ അരിഞ്ഞെടുക്കണം. ചുവന്നുള്ളിയും ഇഞ്ചിയും പച്ചമുളകും നീളത്തിൽ അരിഞ്ഞെടുത്തു. ഇനി മീൻ കൂട്ടാൻ വയ്ക്കാൻ വേണ്ടി മൺചട്ടി അടുപ്പത്ത് വയ്ക്കാം. മൺചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ അരിഞ്ഞു വെച്ച ഇഞ്ചി, പച്ചമുളക്, ചുവന്നുള്ളി ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചുവന്നുള്ളി, ഇഞ്ചിയും പച്ചമുളകൊക്കെ ചെറുതായിട്ടൊന്നിങ്ങനെ വാടി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച നാളികേരം ഒഴിച്ചു കൊടുക്കാം. നാളികേരം ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് 1 മിനിറ്റ് ഒന്നിങ്ങനെ വഴറ്റിയെടുത്താൽ മതി. നാളികേരത്തിൻ്റെ ആ പച്ചച്ചോയ ചെറുതായിട്ടൊന്നിങ്ങനെ മാറിക്കിട്ടും. പിന്നെ ഇതിൽ പൊടികളൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, നാളികേരം, പുളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയും ചേർത്ത് അരച്ചതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ആ പച്ചച്ചോവ ഒന്ന് മാറുന്നത് വരെ ചെറുതായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. 1-2 മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. നാളികേരം ഇങ്ങനെ തിളച്ച് തുടങ്ങി. അപ്പോൾ നാളികേരം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഞാനിങ്ങനെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയേ വേണ്ടൂ. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നു വേറൊരു പാത്രത്തിൽ, അത് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. മീൻ കൂട്ടാൻ എത്ര വെള്ളം വേണോ അത്രയും വെള്ളം ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര തിക്നെസ്സിലായി കൂട്ടാൻ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം കേട്ടോ. ഇനി ഇത് തിളച്ച് വറ്റി വരുമ്പോൾ ഒന്നും കൂടെ കുറുകും. അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഇപ്പം ചേർത്ത് കൊടുക്കണം. മീൻ കൂട്ടാൻ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. പിന്നെ വെള്ളം ഒഴിക്കണം എന്നുണ്ടെങ്കിൽ തിളപ്പിച്ച വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കറി നന്നായി തിളച്ചു. ഇനി ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. മീനിട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ഇളക്കി യോജിപ്പിക്കാം.
അല്ലെങ്കിൽ മീൻചട്ടി ഒന്നിങ്ങനെ ചുറ്റിച്ചു കൊടുത്താലും മതി കേട്ടോ. മീൻ ഉടഞ്ഞു പോവാത്ത വിധത്തിൽ ചെറുതായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അതുവരെ വെയിറ്റ് ചെയ്യാം. മീൻ ഇട്ട് കൊടുത്ത ശേഷം കറി നന്നായിട്ട് തിളച്ച് തുടങ്ങി. ഇനി സ്റ്റൗ ഒന്ന് കുറയ്ക്കാം. മീഡിയത്തിനും സിമ്മിനും ഇടയിൽ ഫ്ലെയിം വെച്ചിട്ട് ഇത് ഒരു 20 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കണം. എനിക്ക് മീൻ നന്നായിട്ട് വേവണം, അതുകൊണ്ട് ഞാൻ 20 മിനിറ്റ് വേവിച്ചെടുക്കുന്നുണ്ട്. ഇത് അടച്ച് വെച്ചിട്ട് വേണം 20 മിനിറ്റ് വേവിച്ചെടുക്കാൻ കേട്ടോ. ഇങ്ങനെ 20 മിനിറ്റ് വേവിക്കുന്നതിനിടയിൽ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. മീനിട്ടതിന് ശേഷം 20 മിനിറ്റ് കഴിഞ്ഞു. കറിയൊക്കെ നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഞാനിതിൻ്റെ ഇടയിൽ 1-2 തവണ ഇങ്ങനെ ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. സ്പൂൺ കൊണ്ടോ കയ്യിലോണ്ടോ ഒക്കെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ പതുക്കെ മീൻ പൊട്ടാത്ത രീതിയിൽ ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ മീൻ ചട്ടി ഒന്നിങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക. ഇത് വേവുമ്പോൾ ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അല്ലെങ്കിൽ ചിലപ്പോൾ മീൻ കൂട്ടാനല്ലേ അടി പിടിച്ചുകൊണ്ട് വരും. അപ്പോൾ ഇനി ഇത് അടുപ്പത്തുനിന്ന് മാറ്റാം. അടുപ്പത്തുനിന്ന് മാറ്റിയതിന് ശേഷം വേണമെങ്കിൽ ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ ഉള്ളി മൂപ്പിച്ച് ചേർക്കാം. അല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ടിട്ട് ഇത് വാങ്ങി വയ്ക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഞാനിതിൽ ഉള്ളി മൂപ്പിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ചട്ടി അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ഉള്ളി മൂപ്പിക്കാൻ വേണ്ടി ഒരു ചെറിയ ചീഞ്ചട്ടി വയ്ക്കട്ടെ. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മീൻ കൂട്ടാനാകുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച ചുവന്നുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നു. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് ഇളക്കി എടുക്കാം. ഇത്രയും മതി. ഇത് കൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്നിങ്ങനെ ഇളക്കിയാൽ മതി. മീൻ പൊട്ടിപ്പോകരുത്. ചെറുതായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇനി ഈ മീൻ ചട്ടി അടച്ച് വയ്ക്കണം. അടച്ച് വെച്ചിട്ട് മിനിമം അരമണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം നമ്മൾ മീൻ കൂട്ടാൻ വിളമ്പാൻ പാടുള്ളൂ. മീൻ ചട്ടിയിൽ എത്ര സമയം കൂട്ടാനിരിക്കണോ അത്രയും മീൻ കൂട്ടാൻ ടേസ്റ്റ് കൂടും. അപ്പോൾ ഇത് അടച്ച് വയ്ക്കാം. മീൻ കൂട്ടാൻ വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. കൂട്ടാനൊക്കെ ചെറുതായിട്ടൊന്ന് തണുത്തു. ഇപ്പോൾ കണ്ടോ, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചതിനേക്കാളും നല്ല കുറുകിയ ചാറായിട്ടുണ്ട്. ഇതുപോലെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മീൻ കൂട്ടാനാണ്. നല്ല അടിപൊളി മീൻ കൂട്ടാനാണ് കേട്ടോ. ഈ രീതിയിൽ നിങ്ങൾ മീൻ കൂട്ടാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ്. ഒരു കലം ചോറ് തീരുന്നതറിയില്ല. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നമസ്കാരം.